ശക്തമായ ആ പ്രതിപക്ഷ സ്വഭാവത്തോടെ തന്നെ സർക്കാരിന്റെ ചെയ്തികളെ തുറന്നു കാട്ടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. എല്ലാ വഴിയും നോക്കി ആ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ പല മാർഗങ്ങളും പയറ്റി, ഒരു രക്ഷയില്ല. അങ്ങനെ എനിക്ക് 2017 ഒരു MP, അദ്ദേഹം ഡിഫൻസ് ഇൻവെസ്റ്റർ കൂടിയാണ്, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഡിഫൻസ് ഇൻവെസ്റ്ററായ ഒരു MP പാർലമെന്റിലെ ഡിഫൻസ് സബ് കമ്മിറ്റിയിൽ അംഗമായി. അതായത് നമ്മൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടുത്തെ പ്രധാനപ്പെട്ട കോൺട്രാക്ടർ കൂടി ആയാലത്തെ സ്ഥിതി എന്തായിരിക്കും? ആ മട്ടിൽ തന്നെയാണ്. അതായത് പ്രതിരോധ മേഖലയിലെ സ്വകാര്യവൽക്കരണം സംബന്ധിച്ചുള്ള നവീനമായ ആലോചനകൾക്ക് വേണ്ടി രൂപം കൊടുത്ത ഒരു സമിതിയിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ഇൻവെസ്റ്റർ കയറിയിരിക്കുകയാണ്. അത് ഒരു മാധ്യമങ്ങളും ഇവിടെ വാർത്തയാക്കിയിട്ടില്ല. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമത്തിൽ ഇത് കണ്ടോ? ഇല്ല. പക്ഷെ വയർ അത് വാർത്തയാക്കി. ഇത് വയർ ആ വാർത്ത കൊടുത്തു 2017. പക്ഷേ അസാധാരണമായ സംഗതികളാണ് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായാണ് വയർ പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു സിറ്റി കോർട്ടിൽ നിന്ന് ഈ ആർട്ടിക്കിൾ പിൻവലിക്കാനുള്ള ഉത്തരവ് ഏകപക്ഷീയമായി ആ കോടതി പുറപ്പെടുവിച്ചു. ആ സ്ഥാപനം ആ കേസ് നടത്തി 3 വർഷം കൊണ്ട് അത് തിരിച്ച് ആ ഒരു ആർട്ടിക്കിൾ അവിടെ വരുത്തി ആ കോർപ്പറേറ്റുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട്, ആ ഡിഫൻസ് ഇൻവെസ്റ്ററുമായി ഏറ്റുമുട്ടിക്കൊണ്ട്. ഡിഫൻസ് ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുദ്ധവിമാനങ്ങളെയോ മുങ്ങിക്കപ്പലുകളെയോ അതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത ഒരു ഇൻവെസ്റ്ററാണ്. ആ ഇൻവെസ്റ്ററുടെ, അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാർത്തയാക്കി. ഇതാണ് വയർ ചെയ്തത്. നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാവുമല്ലോ. ആ താല്പര്യങ്ങൾ അവിടെയും, ഈ ഡിഫൻസ് ഇൻവെസ്റ്ററുടെ താല്പര്യങ്ങൾ അവിടെയും പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് വാർത്തയാക്കുന്നത് വയർ. ഈ വയറിനെതിരെ സ്ലാബ് സ്യൂട്ട് പ്രയോഗിച്ചുകൊണ്ട്, സ്ലാബ് സ്യൂട്ട് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും നന്നായി അറിയാവുന്ന ഇടപാടാണ്. അതാണ് ഈ സ്ട്രാറ്റജിക് ലോ സ്യൂട്ട് അഗെയിൻസ്റ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഈ സ്ലാബ് സ്യൂട്ട് പ്രയോഗിച്ചുകൊണ്ട് വലിയ മാനനഷ്ട കേസ് ചുമത്തിക്കൊണ്ട് ഇവരെ കുടുക്കി ഞെരുക്കി. ഈ വയറെന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം ഒരു ചെറിയ മാധ്യമ സ്ഥാപനമാണ്, ഒരു വലിയ മാധ്യമ സ്ഥാപനമല്ല, ഒരു ചെറിയ ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമാണ്. പക്ഷേ സിദ്ധാർത്ഥ ഭരതൻ നേതൃത്വം നൽകുന്ന ഈ പറയുന്ന പോലെ എന്താണ്, ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടെ പ്രവർത്തിക്കാനുള്ള കെൽപ്പ് അവശേഷിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആ മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് ഈ ഡിഫൻസ് ഇൻവെസ്റ്റർ സ്ലാബ് സ്യൂട്ട് പ്രയോഗിക്കുന്നത്. എന്തിനാണ്? അയാൾ ഈ പറയുന്ന ഡിഫൻസ് സബ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നുള്ള വാർത്ത കൊടുത്തതിന് സ്ലാബ് സ്യൂട്ട് പ്രയോഗിച്ചു. അയാൾ മാത്രമല്ല കൊടുത്തത്, അതിന് തുടർച്ചയായി ശ്രീ രവിശങ്കർ, അദാനി, സി ന്യൂസിന്റെ ഉടമ, ഇങ്ങനെ കുറേ കോർപ്പറേറ്റുകളാണ് ഒരുമിച്ച് ഒന്നിനു പുറകെ ഒന്നായി വയറിനെതിരെ കേസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? വയറിനെതിരെ ഇപ്പോ എത്ര രൂപയുടെ സ്ലാബ് സ്യൂട്ട് ഉണ്ട് എന്നുള്ളത്, എത്ര രൂപയ്ക്കുള്ള മാനനഷ്ട കേസ് നേരിടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ചെറിയ വയർ എന്നുള്ളത് അറിയാമോ? 11,000 കോടി രൂപ, 11,000 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ആ സ്ഥാപനം നേരിടുന്നത്. അപ്പോ ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലാബ് സ്യൂട്ട് കൊടുക്കുകയും